അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദ്നാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദ്നാ മുഹമ്മദ്. മരണശേഷം വലിയ സമ്പാദ്യങ്ങൾ സമ്പാദിച്ച ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവർ മരിച്ചതിന് ശേഷവും അവർക്ക് സമ്പാദ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും അങ്ങനെയാവണം എങ്കിൽ നിങ്ങളൊന്ന് കേൾക്കുക. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണശേഷം നിങ്ങൾക്ക് സമ്പാദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടത്തേക്കല്ല ഞാൻ പറയുന്നത്, ആഖിറത്തിലേക്കുള്ള വഴികളെ കുറിച്ചാണ്. നിങ്ങൾ മരിച്ചു ചെന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഖബറിലേക്ക് നിരന്തരമായി അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. വളരെ സിമ്പിളായി, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലുകളിലേക്ക്, ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗിക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ വീൽ ചെയറുകളോ മറ്റോ ഒക്കെ വാങ്ങിക്കൊടുക്കുക. ഞാൻ പറഞ്ഞത് വീൽ ചെയർ മാത്രമല്ല, അതുപോലെയുള്ള എന്തും അത് അവർ ഉപയോഗിക്കുന്ന, ആ രോഗികളായ ആളുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്കിങ്ങനെ നിരന്തരമായി കൂലി വന്നുകൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. പൊതുസ്ഥലങ്ങളിൽ വെള്ളം കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് സ്ഥാപിക്കുക. പൊതു സ്ഥലങ്ങളിൽ ഉദാഹരണമായി ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. ഒരുപാട് ആളുകൾ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും വലിയ പ്രതിഫലം ആ കിണറുള്ള കാലത്തോളം നിങ്ങൾക്ക് കിട്ടും. പൊതുസ്ഥലങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീടിന്റെ പുറത്തേക്ക് ഒരു പൈപ്പ് ഇട്ടു. അതിലൂടെ പോകുന്ന ആളുകളൊക്കെ ആ പൈപ്പിൽ നിന്ന് കുടിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരാൾ, വളരെ സിമ്പിളാണ്, പക്ഷേ കിട്ടുന്ന കൂലി എത്രയാണ്? ഇപ്പോഴുള്ള ഈ കൊടും ചൂടൊക്കെ ഉണ്ടല്ലോ, സഹിക്കാൻ കഴിയാത്ത ചൂട്, അതിൽ നിങ്ങൾക്ക് എത്ര വലിയ പ്രതിഫലമാണ് കിട്ടുന്നതെന്ന് അറിയോ? മൂന്നാമത്തെ ഒന്ന്, ഒരു മരം നടുക. ഒരു മരം നടുക വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഒരു മരം എവിടെയെങ്കിലും ഒരു മരം നടുക. ആ മരത്തിൽ, നിങ്ങളുടെ വീട്ടിലായാൽ മതി, അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ, റോഡ് സൈഡുകളിലോ മറ്റൊക്കെ പറ്റുന്ന സ്ഥലങ്ങളിൽ മരം നട്ടാൽ ആ മരത്തിൽ നിന്ന് കായ്ക്കനികൾ പക്ഷികൾ തിന്നാൽ അതൊന്നും വേണ്ട. ആ മരത്തിന്റെ ചുവട്ടിൽ ഒരാൾ വെയിലുള്ള സമയത്തൊന്ന് അല്പസമയം ഇരുന്ന് തണൽ കൊണ്ടാൽ പോലും നിങ്ങൾക്ക് കൂലി കിട്ടും. നാലാമത്തെ ഒന്നിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ഈ പറയുന്നത്. നാലാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ എല്ലാവർക്കും ഒരു പക്ഷേ ഒരു പള്ളി കയറ്റി കൊടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. എന്നാൽ ഒരു പള്ളിയുടെ പണി നടക്കുമ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഒരു സംഖ്യ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? പള്ളിയുമായി ബന്ധപ്പെട്ട്, പള്ളി നിർമ്മാണവുമായൊക്കെ ബന്ധപ്പെട്ട് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ സഹായിക്കുക. പള്ളിയുടെ നിർമ്മാണത്തിൽ സഹായിച്ചാൽ ആ പള്ളിയിൽ ആളുകൾ നിസ്കരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് കൂലി കിട്ടും. മറ്റൊന്ന്, ഇൽമ് മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്തു. എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന കൂലി ഇതിൽപ്പെട്ട ഏതെങ്കിലും 4 കാര്യങ്ങളിൽ ഒന്ന് ഒരാൾ ചെയ്താൽ അതിൻ്റെ ഒരു കൂലി അയാൾ ചെയ്തതുപോലത്തെ കൂലി നിങ്ങൾക്കും കിട്ടും. തീർച്ചയാണല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു അതിനൊക്കെ ഭാഗ്യം നൽകട്ടെ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.